ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് എൻകെപിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പിങ്ക് സിറ്റി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന 1927 മഹാരാജ ജയ് സിംഗ് രണ്ടാമൻ സ്ഥാപിച്ച മനോഹരമായ ഒരു നഗരത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാന്റ് സിറ്റി ആയ ജയ്പൂരിലെ പിങ്ക് സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പിങ്ക് സിറ്റിക്ക് ഈ ഒരു പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 1876 ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ വിക്ടോറിയയുടെ മകൻ ആൽബർട്ട് എഡ്വേർഡ്, അദ്ദേഹം പ്രിൻസ് ഓഫ് വെയിൽസ് ആയിരുന്നു. അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്ത് അന്നത്തെ ജയ്പൂർ മഹാരാജാവ് ഇന്ത്യയുടെ ആതിഥേയത്വം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങൾക്കും പിങ്ക് നിറം നൽകി. അന്ന് ആൽബർട്ട് എഡ്വേർഡ് ഈ കെട്ടിടങ്ങളുടെ നിറവും ഭംഗിയൊക്കെ കണ്ട് അന്തം വിട്ട് വിളിച്ച പേരാണ് പിങ്ക് സിറ്റി എന്ന്. തൊട്ടടുത്ത വർഷം തന്നെ മഹാരാജാവ് പുതിയൊരു വിളംബരം ഇറക്കി, ഇനി ഈ നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ കെട്ടിടങ്ങൾക്കും പിങ്ക് നിറം തന്നെ നൽകണമെന്ന്. അത് ഇന്നും തുടർന്നു പോകുന്നു. അങ്ങനെ നമ്മൾ പിങ്ക് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിങ്ക് സിറ്റിയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി പാലസ്, അതായത് ഇന്നത്തെ ജയ്പൂർ റോയൽ ഫാമിലി താമസിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കൊട്ടാരം കാണാനാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കൊട്ടാരത്തിലേക്ക് കയറാനായിട്ട് നമുക്കൊരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ അഡൾട്ടിന് 300 രൂപയും ഒരു കുട്ടിക്ക് 150 രൂപയുമാണ്. ആ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ സിറ്റി പാലസിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ജയ്പൂർ റോയൽ ഫാമിലി താമസിക്കുന്ന ആ ഒരു മനോഹര കൊട്ടാരത്തിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട്. അതായത് ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, കൾച്ചറൽ ഗാലറി ഉണ്ട്. രാജാവ് ഇപ്പോഴും താമസിക്കുന്ന വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊട്ടാരത്തിന്റെ നടുമുറ്റത്തിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ദിവാനെ ആം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ജയ്പൂർ രാജവംശത്തിന്റെ എല്ലാ കൊട്ടാരത്തിലും നടുമുറ്റത്തിലാണ് ദിവാനെ ആം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇവരുടെ ഒരു കോടതിയും കൊട്ടാരത്തിന്റെ സഭയും ഒക്കെ കൂടുന്നത് ഈ ഒരു ഭാഗത്താണ്. ധാരാളം തൂണുകളും ആർച്ചുകളൊക്കെ ആയിട്ട് ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്ത് ഗംഭീരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. അകത്ത് കയറി നിന്നാൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നത്തില്ല, അത്ര ഗംഭീര മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ജയ്പൂരിന്റെ തനത് വേഷങ്ങൾ ധരിച്ചിട്ടുള്ള 3 കൊമ്പ മീശക്കാരാണ്. ഇവർക്ക് ചെറിയ ഫീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരോടൊപ്പം നിന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതായത് ഈ ഒരു കൊട്ടാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു ചാൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോയില്ല. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള പഴയകാലത്ത് രാജാവിന്റെ സൈന്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന തോക്കും അമ്പും അങ്ങനെയായിട്ടുള്ള ധാരാളം സാധനങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗംഗാഞ്ജലി എന്ന് പറയുന്ന വലിയ 1 2 പാത്രങ്ങളുണ്ട്. വെള്ളിപ്പാത്രങ്ങളാണ്. ഇന്ന് ലോകത്തിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വെള്ളിപ്പാത്രമാണ്. പണ്ട് ഗംഗാജലം എത്തിച്ചിട്ട് സൂക്ഷിച്ചിരുന്ന ആ ഒരു പാത്രമാണിത്. രാജാവിന്റെ സമയത്ത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനത്തെ 2 ഡ്രാഗൺസിനെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗംഭീര കണ്ണാടിയാണ്. പണ്ട് ചൈനയിൽ നിന്നും അദ്ദേഹത്തിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ണാടിയാണ്. ആ ഒരു കോറിഡോറിൽ തന്നെ ധാരാളം ഛായാചിത്രങ്ങൾ, അതായത് ജയ്പൂർ രാജവംശത്തിലെ മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ചിത്രങ്ങളും അവര് ഇവിടെ ജയ്പൂർ ഭരിച്ച സമയത്തുള്ള ആ ഒരു കാലയളവും ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ധാരാളം പടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു ഗംഭീര നടുമുറ്റത്തേക്കാണ്. ആ നടുമുറ്റത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചെന്നാൽ ഈ ഒരു കൊട്ടാരത്തിൽ 5 6 കവാടങ്ങളുണ്ട്. കവാടങ്ങൾ ഹൈലി ആർട്ടിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കവാടങ്ങളാണ്. അതിനകത്ത് ധാരാളം ചിത്രപ്പണികളൊക്കെ കല്ലും പെയിന്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ധാരാളം ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ കവാടത്തിനും ഓരോ പേരാണ്. ഈ കാണുന്ന കവാടം ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു കവാടമാണ്. എന്തെല്ലാം ആർട്ടിസ്റ്റിക് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. ഓരോ കവാടത്തിനും ഓരോ തീമുണ്ട്. ഓരോ ദൈവങ്ങളും ഓരോ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെച്ചിട്ട് അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്നും അതിന്റെ തനിമയൊന്നും ചുവന്നു പോകാത്ത രീതിയിൽ മനോഹരമായിട്ട് തന്നെ അവർ നിലനിർത്തി പോരുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ജയ്പൂരിലെ ഈ ഒരു സിറ്റി പാലസിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആർട്ട് ഗാലറിയിലേക്കാണ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു ആർട്ട് ഗാലറിയിലേക്കാണ് പോകുന്നത്. ആ ഒരു ആർട്ട് ഗാലറിയുടെ ഫ്രണ്ട് പോർഷൻ ആണിത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇതിന്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്യാമറ പ്രവേശിപ്പിക്കില്ല. കുറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണാടികളും രാജാക്കന്മാരുടെ വസ്ത്രങ്ങളും അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ഷൂട്ട് ചെയ്യാനുള്ള അനുമതി നമുക്ക് ലഭിച്ചില്ല.
സിറ്റി പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചു. ഉച്ച സമയമായി, കുട്ടികളൊക്കെ അത്യാവശ്യം വിഷമിച്ചിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് അവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു പച്ചക്കറി മാർക്കറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഹവാമഹലിന്റെ ഫ്രണ്ടിൽ ധാരാളം സഞ്ചാരികളൊക്കെ ഉണ്ട്, ചൂടൊന്നും മുഖ വയ്ക്കാതെ. കൂടാതെ ധാരാളം കച്ചവടക്കാരും ഇവിടെ ഇപ്പോൾ ലൈവായിട്ടുണ്ട്. റോഡിലൊക്കെ നന്നായി തിരക്കുണ്ട്. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി നമ്മൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. പച്ചക്കറി മാർക്കറ്റിൽ എത്തിയാൽ ഉള്ള കാഴ്ച ഇതാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണാത്ത ധാരാളം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കാണുകയും ചെയ്തു. കൂടുതലും സ്ത്രീജനങ്ങളാണ് ഇവിടുത്തെ കച്ചവടക്കാർ. സാധാരണക്കാരും പണക്കാരും എല്ലാവരും ഇവിടെ തന്നെ എത്തിയിട്ടാണ് പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്നത്. പണ്ട് എപ്രകാരമാണോ രാജാവിന്റെ കാലത്ത് ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ പച്ചക്കറി മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴം, പച്ചക്കറികളും പൂക്കളും എല്ലാം വിൽക്കുന്ന ഒരു മാർക്കറ്റാണിത്. അങ്ങനെ നമ്മൾ ആ മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നിടത്ത് ഇങ്ങനെയാണ് ഒരു കാഴ്ച. പൂക്കളാണ് ഇവിടുത്തെ പ്രധാന കച്ചവടം. ധാരാളം ചാക്കുകളിലായിട്ട് പൂക്കൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ജയ്പൂരിലെ പ്രധാന പൂ മാർക്കറ്റും ഇത് തന്നെയാണ്. അങ്ങനെ പഴം, പച്ചക്കറി മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി അല്പം ശ്രമിച്ചു. ശേഷം വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയത് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാർക്കറ്റിലേക്കാണ്. ആ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, വടക്കേ ഇന്ത്യയിലെ വിവാഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷങ്ങളാണ്. 4-5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹങ്ങളാണ്. അത്തരത്തിലുള്ള വിവാഹങ്ങൾക്കായിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയ ചെലവുമാണ്. അങ്ങനെയുള്ള ആ ഒരു ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജയ്പൂരിൽ ഒരു ഉഗ്രൻ മാർക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. ചെറിയ വിലയിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു മാർക്കറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ലെതർ മാർക്കറ്റിലേക്ക് പോയി. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്യാമലിന്റെ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ബാഗുകളും ചെരുപ്പുകളുടെ ഒക്കെ ഒരു വലിയ ശേഖരമാണ്. ഒരുപാട് ചിലവൊന്നും വരാത്ത രീതിയിൽ നല്ല ജെനുവിൻ ലെതർ ഉപയോഗിച്ചിട്ടുള്ള നല്ല സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ 1-2 ബാഗുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം ചെരുപ്പുകളും തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് നൈറ്റ് ലൈഫ് ഇവിടെ അടിപൊളിയാണ്. രാത്രി ഒരുപാട് നേരമായി. ഞങ്ങളിതാ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം ജയ്പൂരിലെ ഐക്കോണിക് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഹവാമഹലിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. MKP യോടൊപ്പം യാത്ര ചെയ്ത് എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു സോ മച്ച്.